അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. നമ്മുടെ അറബിക് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സിൻ്റെ 16-ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ ഫഇലുൽ മുളാരി അഥവാ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ടെൻസാണ്. അതിൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് അൽ ഫഇലുൽ മുളാരിഉൽ ഗായിബാണ്, പ്രസൻറ്റ് ഫ്യൂച്ചർ ടെൻസ് ഫോർ തേർഡ് പേഴ്സണാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രസൻറ്റ് ഫ്യൂച്ചർ ടെൻസ് ഫോർ സെക്കൻഡ് പേഴ്സൺ. അൽ ഫഇലുൽ മുളാരിഉൽ മുഖാത്തബ്, സെക്കൻഡ് പേഴ്സൺ അറബിയിൽ പറയാം മുഖാത്തബ് എന്നാണ്, മലയാളത്തിൽ മധ്യമ പുരുഷൻ. അഥവാ ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അതിനാണ് മധ്യമ പുരുഷനെന്നും സെക്കൻഡ് പേഴ്സൺ എന്നും അറബിയിൽ മുഖാത്തബ് എന്നും പറയുന്നത്. മുളാരിയായ ക്രിയനോട് മുഖാത്തബിൻ്റെ സർവനാമങ്ങളായി നമ്മൾ പണ്ട് പഠിച്ച അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന ഇവ ചേർത്തിട്ടാണ് ഈ അൽ ഫഇലുൽ മുളാരിഉൽ മുഖാത്തബ് അഥവാ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ടെൻസ് ഫോർ സെക്കൻഡ് പേഴ്സൺ ഉണ്ടാക്കുക. അതിന് ഉദാഹരണം താഴെ കൊടുക്കുന്നുണ്ട്. ഒന്ന്, യഫ്അലു. സാധാരണ രൂപത്തിൽ ഒരു ക്രിയൻ്റെ പ്രസൻറ്റ് ടെൻസ് പറയാൻ പറഞ്ഞാൽ യാ വെച്ചിട്ടാണ് പറയാം. യഫ്അലു എന്നുള്ളതിനോട് അന്ത എന്നുള്ള സെക്കൻഡ് പേഴ്സൺ സർവനാമം ചേരുമ്പോൾ യാ ഫസ്റ്റിലുള്ള യാ മാറിയിട്ട് ത ആവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു പ്രസൻറ്റ് ടെൻസ് ഉണ്ടാക്കുക. അലിഫ്, ത, യാ, നൂന് 4 ലെറ്റേഴ്സ് കഴിഞ്ഞകാല ക്രിയൻ്റെ മുമ്പിൽ വെച്ചിട്ട് കഴിഞ്ഞകാല ക്രിയൻ്റെ ആദ്യാക്ഷരത്തിന് സുക്കൂൺ കൊടുത്തിട്ട് അവസാന അക്ഷരം നമ്മൾ കാണണം. അപ്പോൾ അതിൽപ്പെട്ട തായാണ് ഇവിടെ വെക്കുന്നത്. തഫ് അലു. തഫ് അലു അർത്ഥം നീ ചെയ്യുന്നു, നീ ഒരു പുരുഷൻ ചെയ്യുന്നു. ഒരു പുരുഷൻ ചെയ്യുമ്പോഴാണ് യഫ് അലു എന്ന്, അഥവാ മെയിലാണ് യഫ് അലു എന്നുള്ളത്. യഫ് അലു. യു എ മാൻ ഡസ്, യു എ മാൻ ഈസ് ഡൂയിങ്, യു എ മാൻ വിൽ ഡു, ഇതിനൊക്കെ അത് ഉപയോഗിക്കും. അപ്പോൾ യഫ്അലു ആണ് നമ്മളെ മാസ്റ്ററായിട്ടുള്ള വേർഡ് യഫ്അലു. അതിന് ഉദാഹരണമായിട്ട് ഖുർആൻ കൊടുക്കുന്നു യഖ്ലുഖു. യഖ്ലുഖു നമ്മൾ പഠിച്ചൊരു വേർഡാണ്. ഖലഖ സൃഷ്ടിച്ചു, യഖ്ലുഖു സൃഷ്ടിക്കുന്നു. അത് സെക്കൻഡ് പേഴ്സൺ സർവനാമമായ അന്ത വെക്കുമ്പോൾ യാ മാറിയിട്ട് തഖ്ലുഖു എന്നാവും. അപ്പം നീ ഒരു പുരുഷൻ സൃഷ്ടിക്കുന്നു, നീ സൃഷ്ടിക്കുന്നു എന്നാണ്. ഇത് മെയിലാണ്, സിംഗുലറാണ്, സെക്കൻഡ് പേഴ്സണാണ്. ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 110-ാമത്തെ വചനത്തിലുണ്ട് വഇദ് തഖ്ലുഖു മിനത്വീനി കഅയ്ഹതി ത്വയ്രി ബിഇദ്നി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ ഒരുപാട് മുഅ്ജിസത്തുകൾ വിവരിക്കുകയാണ് അവിടെ. അതിൽ പറയുന്നുണ്ട് വഇദ് തഖ്ലുഖു, നീ സൃഷ്ടിച്ച സന്ദർഭം, മിനത്വീനി കളിമണ്ണിൽ നിന്നും, കഅയ്ഹതി ത്വയ്ർ ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കി, ബിഇദ്നി എൻ്റെ അനുവാദത്തോടു കൂടി, എന്നിട്ട് അതിൽ ഊതിയപ്പോൾ അത് പക്ഷിയായി പറന്നു എന്നുള്ള മുഅ്ജിസത്താണ് ഈസാ നബി കാണിച്ചത്. അവിടെ തഖ്ലുഖു എന്നുള്ളത് ഈസാ നബിയോട് പറയാൻ, നീ സൃഷ്ടിക്കുന്നു, മെയിലാണ്, സിംഗുലറാണ്, അഥവാ സെക്കൻഡ് പേഴ്സണാണ്. നീ സൃഷ്ടിക്കുന്നു, തഖ്ലുഖു, തഖ്ലുഖു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫോം. രണ്ടാമത്തത് അന്ത മാറിയിട്ട് അന്തുമ ചേരാണ്. യഫ്അലു പ്ലസ് അന്തുമ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ത, സെക്കൻഡ് പേഴ്സണിലെല്ലാം ഫ്രണ്ടിൽ എന്താ വരുന്നത്? തായാണ്. സെക്കൻഡ് പേഴ്സണിൻ്റെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ടെൻസ് ആക്കുമ്പോൾ എന്താ വരുന്നത്? തായാണ് വരുന്നത്. തഫ്വലു, തഫ്വലാനി, തഫ്വലൂന, തഫ്വലീന, തഫ്വലാനി, തഫ്വല എന്നാണ് അതിൻ്റെ രൂപം. അപ്പോൾ അത് അന്തുമ എന്നുള്ള ഞങ്ങൾ 2 പേര് എന്നാണ്. അന്തുമ ആക്കുമ്പോൾ തഫ് അലാനി, തഫ് അലാനി. ഇവിടെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. നേരത്തെ ഞാൻ തഫ്അലു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത് ഒരു കാര്യം, തഫ്അലു നീ ചെയ്യുന്നു, നീ ഒരു പുരുഷൻ ചെയ്യുന്നു എന്നാണ് തഫ്അലുവിൻ്റെ അർത്ഥം. അപ്പോൾ അതേ തഫ്അലു തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അഥവാ വർത്തമാനകാല ക്രിയയുടെ ഗായിബ് രൂപം, ഗായിബ് തേർഡ് പേഴ്സൻ്റെ രൂപത്തിൽ നമ്മൾ തഫ്അലു പഠിച്ചിട്ടുണ്ട്. അതേതാണ്? ഗായിബിൻ്റെ മുദക്കറിൻ്റെ മുഅന്നസിൻ്റെ രൂപത്തിൽ, മുഅന്നസ് സ്ത്രീലിംഗം, തഫ്അലു എന്ന് പറഞ്ഞാൽ അവൾ ചെയ്യുന്നു എന്നുള്ളതിന് തഫ്അലു വരും. അത് നമ്മൾ
കഴിഞ്ഞ ക്ലാസ്സിൽ 15ാമത്തെ ക്ലാസ്സിൽ ആ ഉദാഹരണം നിങ്ങൾക്കറിയാം. ഫഅതത് ബിഹി ഖൗമഹ തഹ്മിലു, യഹ്മിലു എന്നുള്ളതിന് ഹിയ ചേർന്നപ്പോൾ തഹ്മിലു, മറിയം ബീബി ഈസാ നബിയെ ചുമന്നുകൊണ്ട് സമൂഹത്തിലേക്ക് കയറുന്നു. തഹ്മിലുഹു, അവൾ ചുമക്കുന്നു. അപ്പോൾ തഫ്അലു എന്ന മോഡലിൽ ഗായിബിൻ്റെ തേർഡ് പേഴ്സൻ്റെ ഫീമെയിലിന് തഫ്അലു വരും, അവൾ ചെയ്യുന്നു എന്നുള്ളതിന്. തഫ്അലു, നീ ഒരു പുരുഷൻ ചെയ്യുന്നു എന്നുള്ളതിനും തഫ്അലു വരും, രണ്ടിനും തഫ്അലു വരും. പിന്നെ എങ്ങനെയാണ് അത് മനസ്സിലാകാൻ ചോദിച്ചാൽ അത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവും. നേരത്തെ നമ്മൾ പഠിച്ചത് മറിയം സൂറത്തിൽ 27ാമത്തെ ആയത്തിൽ ഫഅതത് ബിഹി ഖൗമഹ തഹ്മിലു, മറിയം ബീബി ആ ഈസാ നബി കൈക്കുഞ്ഞായ ഈസാ നബിയെയും ചുമന്നുകൊണ്ട് സമൂഹത്തിലേക്ക് വന്നു എന്നാണ്. അവിടെ തഹ്മിലു ഉണ്ടല്ലേ, അവിടെ തഫ്അലു മോഡലാണ്. ഇവിടെ ഞാൻ കണ്ടല്ലോ യഫ്അലു ഉപയോഗിച്ചത് എന്താണ്? വൈദ് തഖ്ലുഖു, അത് ഈസാ നബിയോടാണ് പറയുന്നത്. നീ സൃഷ്ടിക്കുന്നു മിനത്തീനി, കളിമണ്ണിൽ നിന്ന്. തഖ്ലുഖു അത് മെയിൽ സിംഗുലറാണ്, നീ സൃഷ്ടിക്കുന്നു. അപ്പോൾ തഫ്അലു മോഡൽ രണ്ടെണ്ണത്തിന് ഉപയോഗിക്കും. ഒന്ന് അവൾ ചെയ്യുന്നു, നീ ഒരു പുരുഷൻ ചെയ്യുന്നു. എങ്ങനെ അത് മനസ്സിലാകുക ഡിഫറൻസ് ചോദിച്ചാൽ അത് സെൻറ്റൻസിൽ അതിന് മീനിങ് മനസ്സിലാകുമ്പോഴാണ് മനസ്സിലാകുക. ഇനി അതിന് ഡബിളിലേക്ക് പോവാണ്. അന്തുമ ചേരുമ്പം യഫ്അലു എന്നുള്ളതിൽ അന്തുമ ചേരുമ്പം യഫ്അലു സെക്കൻഡ് പേഴ്സൺ ആകുമ്പോൾ തഫ്അലു ആവും. പ്ലസ് അന്തുമ തഫ്അലാനി എന്നാണ്. നിങ്ങൾ രണ്ടുപേർ ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ട് പുരുഷന്മാർ ചെയ്യുന്നു എന്നുള്ളതിനും നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്യുന്നു എന്നുള്ളതിനും ഉപയോഗിക്കും. മെയിൽ ഓർ ഫീമെയിൽ ഡബിളാണ്. ഡബിളിൻ്റെ മെയിലിനും ഡബിളിൻ്റെ ഫീമെയിലിനും ഇത് ഉപയോഗിക്കുമെന്നുള്ളതാണ്. ഇതിൻ്റെ ഖുർആൻ എന്നുള്ള ഉദാഹരണമല്ല, വേറൊരു ഉദാഹരണമാണ്. യാ മുഹമ്മദ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സെക്കൻഡ് പേഴ്സൺ ആകുമ്പോൾ നമ്മളൊന്ന് അവരെ അഭിസംബോധന ചെയ്യണം. അവരെ അഭിസംബോധന ചെയ്യണം. നമ്മളൊരു അഭിസംബോധന നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം, എന്നാലേ സെക്കൻഡ് പേഴ്സൺ ആവുള്ളൂ. അതുകൊണ്ടാണ് യാ മുഹമ്മദ്, മുഹമ്മദേ, വ അഹ്മദേ, ഹൽ അന്തുമ, നിങ്ങൾ രണ്ടുപേരുമാണോ, തദ്ഹബാനി, പോകുന്നവരാണോ, ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. അതേ ചോദ്യം തന്നെ യാ റംല വ ആമിന, രണ്ടും പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. ഹൽ അന്തുമ, നിങ്ങൾ രണ്ടുപേരും തദ്ഹബാനി, പോകുന്നവരാണോ, ഇലൽ മദ്രസ. അപ്പോൾ തദ്ഹബാനി എന്നുള്ളതിന് സെക്കൻഡ് പേഴ്സണിലെ മെയിലിനും ഫീമെയിലിനും ഉപയോഗിക്കും. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ തദ്ഹബാനി തന്നെ തേർഡ് പേഴ്സൻ്റെ ഫീമെയിൽ ഡബിളിന് തഫ്അലു തഫ്അലാനി എന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 15ാം ക്ലാസ്സിലെ 5ാമത്തെ ഉദാഹരണം ആയിഷ വ ഫാത്തിമ തദ്ഹബാനി, ആയിഷയും ഫാത്തിമയും അവർ രണ്ടുപേർ പോകുന്നു എന്നുള്ളതിന് തഫ്അലാനി വരും. അപ്പോൾ അവർ രണ്ടുപേർ പോകുന്നു, ഫീമെയിലിൻ്റെ രണ്ടുപേർ, അതിന് തഫ്അലാനി എന്നാണ്. അപ്പോൾ തഫ്അലാനി എന്ന് പ്രസൻറ്റ് ടെൻസിൽ 3 ഇടത്ത് വരുന്നുണ്ട്. ഒന്ന് തേർഡ് പേഴ്സൻ്റെ ഫീമെയിലിൻ്റെ ഡബിൾ, അവർ രണ്ട് സ്ത്രീകൾ പോകുന്നു. സെക്കൻഡ് പേഴ്സണിൽ നിങ്ങൾ രണ്ട് പുരുഷന്മാർ പോകുന്നു, നിങ്ങൾ രണ്ട് സ്ത്രീകൾ പോകുന്നു. 3 ഉപയോഗിക്കും. എങ്ങനെ മനസ്സിലാകും ചോദിച്ചാൽ അത് ഇതേ നേരത്തെ പറഞ്ഞ മാതിരി അത് ഉപയോഗിച്ചിരിക്കുന്ന ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങും അവസരവും നോക്കിയാൽ അത് മെയിലാണോ ഫീമെയിലാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് മൂന്നാമത്തേത് തഫ്അലു പ്ലസ് അന്തും എന്നാണ്. തഫ്അലു നമ്മൾ പറഞ്ഞല്ലോ, തഫ്അലു പ്ലസ് അന്തും. തഫ്അലൂന നിങ്ങൾ പുരുഷന്മാർ ചെയ്യുന്നു, മേൽ പ്ലൂറലാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വന്നാണ് തഫ്അലൂന. 61-ാം അധ്യായം സൂറത്ത് സഫിലെ 2ാമത്തെ വചനത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. സത്യവിശ്വാസികളെ, ലിമ എന്തുകൊണ്ടാണ്, തഖൂലൂന നിങ്ങൾ പറയുന്നത്, മാ ഒന്ന്, ലാ തഫ്അലൂൻ നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ എന്തിനാണ് പറയുന്നത്. ഇവിടെ തഖൂലൂന എന്നുള്ളതും എന്താണ്, സെക്കൻഡ് പേഴ്സൻ്റെ മേൽ പ്ലൂറലാണ്. നിങ്ങൾ പറയുന്നു, ഖാല യഖൂലു, അതിൻ്റെ മേൽ പ്ലൂറലാണ്. അന്തും ചേർന്നതാണ് എന്ത്, തഖൂലൂന. തഫ്അലു തഫ്അലൂന അല്ലേ, നിങ്ങൾ പറയുന്നു, നിങ്ങൾ ചെയ്യാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ മേലിൻ്റെ തഫ്അലു തഫ്അലാനി തഫ്അലൂന, ഇതാണ് സെക്കൻഡ് പേഴ്സൻ്റെ മേലിൻ്റെ 3. ഇനി ഫീമെയിലിൻ്റെ 3 ഉണ്ട്, അത് നോക്കാം. തഫ്അലു പ്ലസ് അന്തി, തഫ്അലു പ്ലസ് അന്തി, തഫ്അലീന. അന്തി വരുമ്പോൾ വെർബിനോട് യാവും നൂനും ലാസ്റ്റ് ആഡ് ചെയ്യാണ്, യാവും നൂനും. തഫ്അലീന ശ്രദ്ധിക്കേണ്ടതാണ്. ഈ
പ്രസൻറ്റ് ടെൻസിൽ കുറച്ച് പ്രയാസമുള്ള ഭാഗങ്ങളാണിത്. നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ അതൊക്കെ ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അല്ലാഞ്ഞാൽ അറബി ഭാഷയും ഖുർആനും പഠിക്കൂല. ഇത് 11-ാം അധ്യായം തഫ് അലീനക്ക് ഉദാഹരണമായിട്ട് നമ്മൾ കൊടുക്കുന്നത് യഅജബു പ്ലസ് അന്തി. അജീബ അത്ഭുതപ്പെട്ടു, യഅജബു അത്ഭുതപ്പെടുന്നു, അന്തി ചേരുമ്പോൾ എന്താകുക? തഅജബീന നീ അത്ഭുതപ്പെടുന്നു, നീ അത്ഭുതപ്പെടുന്നു. നീ ഒരു സ്ത്രീ അത്ഭുതപ്പെടുന്നു എന്നുള്ളതിനാണ്, ഒരു സ്ത്രീയാണ്. ഇത് 11-ാം അധ്യായം ഹൂദിലെ 73-ാം വചനത്തിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ മാലാഖമാർ വന്നിട്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. സാറാ ബീവിക്ക് വയസ്സ് ഒരുപാടായി. എന്നിട്ട് ആ വയസ്സായ സന്ദർഭത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർ അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ മലക്കൾ ചോദിക്കുന്നുണ്ട്. കാലു അവർ മലക്കൾ ചോദിച്ചു ആ താഴ്ജബീന, ആ എന്നുള്ളത് ചോദ്യത്തിനുള്ളതാണ്, ആണോ എന്നുള്ളത്. താഴ്ജബീന നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ മിൻ അംരില്ല, അള്ളാഹിൻ്റെ കൽപ്പനയിൽ. അള്ളാഹു കൽപ്പിച്ചാൽ അത് നടക്കൂലേ, എന്നിട്ട് ഞങ്ങൾ അത്ഭുതപ്പെടുന്നു. അപ്പം സാറാ ബീബി ഒരു ഫീമെയിലാണ്, സിംഗുലറാണ്, ഫീമെയിലാണ്, സെക്കൻഡ് പേഴ്സണാണ്. മലക്കൾ അവരോടാണ് പറയുന്നത്. അപ്പോൾ താഴ്ജബൂന താഴ്ജബീന ഒരു യാവ് നൂൻ ലാസ്റ്റ് ആഡ് ചെയ്യും, മിൻ അംബില്ല. പിന്നെ അതിൻ്റെ ഡബിള് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെയിലിനും ഫീമെയിലിനും ഇത് തന്നെയാണ്. തഫ്വലു തഫ്വലാനി എന്നാണ്. പിന്നെ അതിൻ്റെ പ്ലൂരൽ തഫ് അലു പ്ലസ് അന്തുന്ന, തഫ് അൽന. അപ്പോൾ അന്തുന്ന വരുമ്പോൾ ലാസ്റ്റ് നൂൻ ചെയ്താൽ മതി. ഇവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലാസ്റ്റ് വെർബിൻ്റെ ലാസ്റ്റ് സുക്കൂൻ ചെയ്യണം. തഫ് അൽന പറയുമ്പം വെർബിൻ്റെ ലാസ്റ്റ് സുക്കൂൻ ചെയ്തിട്ടാണ് നൂന് കൊടുക്കുന്നത്. അപ്പോൾ തഫ് അൽന നിങ്ങൾ സ്ത്രീകൾ ചെയ്യുന്നു. അതിൻ്റെ എക്സാമ്പിൾ യഹ്ഫലു. എന്താ യഹ്ഫലു എന്ന് പറഞ്ഞാൽ ബൈഹാർട്ടാക്കുന്നു. അത് ഫീമെയിലാകുമ്പോൾ തഹ്ഫലു ആവും. തഹ്ഫലു പ്ലസ് അന്തുന്ന തഹ്ഫലിന നിങ്ങൾ സ്ത്രീകൾ എന്താണ്? മനപ്പാടമാക്കുന്നു. നിങ്ങൾ സ്ത്രീകൾ മനപ്പാടമാക്കുന്നു. യാ ബനാത്തു ഓ സ്ത്രീകളെ, ഹൽ തഹ്ഫലിന നിങ്ങൾ ബൈഹാർട്ടാക്കുകയാണോ? അൽ ഖുർആന നിങ്ങൾ ബൈഹാർട്ടാക്കുകയാണോ എന്ന് കുറച്ച് പെൺകുട്ടികളോട് നമ്മൾ ചോദിക്കുകയാണ്. യാ ബനാത്തു അവരെ അഭിസംബോധനം ചെയ്യാണ്. സെക്കൻഡ് പേഴ്സൺ അവരാണ്. ഹൽ തഹ്ഫലിന നിങ്ങൾ ബൈഹാർട്ടാക്കുന്നവരാണോ? അൽ ഖുർആൻ നിങ്ങൾ ബൈഹാർട്ടാക്കുന്നവരാണോ എന്ന് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ മനസ്സിലാക്കാനുള്ളത് പ്രസൻറ്റ് വെർബിൻ്റെ സെക്കൻഡ് പേഴ്സൻ്റെ അതിൻ്റെ ക്രിയ നമ്മൾ ബേസിക് ക്രിയ ഫയലാണല്ലോ. അപ്പോൾ തഫ്അലു അന്ത ചേർക്കുമ്പോൾ തഫ്അലു ആവും. അതിന് ചാർട്ട് താഴെ കൊടുക്കുന്നുണ്ട്. 2 ഡബിൾ ആവുമ്പോൾ തഫ്അലാനി അന്തുമ ചേർക്കുമ്പോൾ, അന്തും ചേർക്കുമ്പോൾ വാവും നൂനും ചേർക്കുന്നു തഫ്അലൂന. അന്തി ചേർക്കുമ്പോൾ ലാസ്റ്റ് യാവും നൂനുമാണ് തഫ്അലീന. പിന്നെ ഡബിൾ മെയിലിനും ഫീമെയിലിനും ഒന്ന് തന്നെയാണ് തഫ്അലാനി. അതിന് അന്തുന്ന ചേർക്കുമ്പം വെർബിൻ്റെ ലാസ്റ്റ് സുക്കൂൻ ചെയ്തിട്ട് നൂന് ചേർക്കണം, തഫ്അൽന. അപ്പോൾ തഫ്അലു, തഫ്അലാനി, തഫ്അലൂന, തഫ്അലീന, തഫ്അലാനി, തഫ്അൽന. ഇത് ഗ്രാമറിലെ കുറച്ചൊരു മനസ്സിലാക്കാൻ്റെ കുറച്ചൊന്ന് നമ്മൾ മനസ്സിലിരുത്തി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്നാൽ അത്ര വലിയ പ്രയാസമൊന്നുമില്ലാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിക്കണം. കാരണം ഇത് ഖുർആനിൽ ഈ വേർഡുകളെല്ലാം ഈ വസ്നുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട് പലയിടങ്ങളിലായിട്ട്. ഖുർആൻ പഠിക്കുന്നവർക്കും അറബി പഠിക്കുന്നവർക്കും ഇത് വളരെ അനിവാര്യമാണ്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തന്ന യഫ്വലു യഫ്വലാനി യഫ്വലൂന എന്നും തഫ്വലു തഫ്വലാനി യഫ്അൽന എന്നും, ഇപ്പോഴത്തെ ക്ലാസ്സിൽ പഠിച്ച തഫ്വലു തഫ്വലാനി തഫ്വലൂന എന്നും തഫ്വലീന തഫ്വലാനി തഫ്വൽന എന്നും അർത്ഥം മനസ്സിലാക്കി ഗ്രാമർ മനസ്സിലാക്കി നിങ്ങൾ അത് ബൈഹാർട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കണം. ഒരു 3 ഹോംവർക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 3 നിങ്ങൾ ചെയ്യണം. ഒന്ന് ബ്രാക്കറ്റിലുണ്ട്, എടുത്ത് എഴുതിയാൽ മതി. നല്ല ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതണം. മാത എന്തുകൊണ്ടാണ് യാ ആയിഷ ഓ ആയിഷ. യാ ആയിഷ എന്ന് പറയുമ്പോൾ തന്നെ അത് മുഖാത്തബാണ്, സെക്കൻഡ് പേഴ്സണാണെന്ന് മനസ്സിലാവും. എന്തിനാണ് ആയിഷ നീ ദേഷ്യം പിടിക്കുന്നത്? തഗ്ലബു ആണോ തഗ്ലബീനാണോ യഗ്ലബിനെയാണോ? ഇതിലേതാണ് ശരി എന്നുള്ളത് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ കറക്റ്റ് ആൻസർ പറയും. 2 യഹ്ലുറു പ്ലസ് അന്തുന്ന ചേരുമ്പോൾ ക്രിയൻ്റെ ഏത് ഫോമാണ് വരേണ്ടത്? യഹ്ലുർന, തഹ്ലുർന, തഹ്ലുരീന. ഏതാണ് ശരി എന്ന് വെച്ചാൽ അത് എഴുതാം.
പിന്നെ 6 ഫോം ഈ പറഞ്ഞ തഫ്വലു, തഫ്വലാനി, തഫ്വലൂന, തഫ്വലീന, തഫ്വലാനി, തഫ്വല എന്നുള്ള 6 ഫോം ഈ 2 വെർബിൻ്റെ ഇതാ. യജ്മ ഒരുമിച്ച് കൂട്ടുന്നു, യഫ്തവ് ഒരു തുറക്കുന്നു. ഇതിൻ്റെ 6 ഫോം നിങ്ങൾ എഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഒരു ഗ്രാമർ ഉണ്ടായിരുന്നു. ദഹല, ലറബ എന്നുള്ളവയുടെ തേർഡ് പേഴ്സൻ്റെ 6 എണ്ണം എഴുതണം. യഫ്വലു, യഫ്വലാനി, യഫ്വലൂന, തഫ്വലു, തഫ്വലാനി, യഫ്വല. ഇപ്പോൾ ദഹല അങ്ങനെ പറയുമ്പോൾ യദ്ഖുലു, യദ്ഖുലാനി, യദ്ഖുലൂന, തദ്ഖുലു, തദ്ഖുലാനി, യദ്ഖുൽന എന്നാണ്. ലറബ എഴുതുമ്പോൾ യൽറബു, ലറബ യൽരിബു, യൽരിബു, യൽരിബാനി, യൽരിബൂന, തളിരിബു, തളിരിബാനി, യൽരിബ്ന. ഇതാണ് അതിൻ്റെ ക്രിയ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ താഴത്ത് കൊടുത്തത് 9497810353 നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ അപ്പോൾ ഈ ക്ലാസ്സുകൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അങ്ങനെ ഖുർആൻ പഠിക്കാൻ സഹായമാകുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.